അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ, സ്വാഗതം. നമസ്കാരം. കൊലപാതകങ്ങളൊന്നും കേരളത്തിന് ഇപ്പോൾ പുത്തിരി അല്ലാതിരിക്കുന്നു. എല്ലാ ദിവസവും കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് രണ്ടുപേരെയൊക്കെ ഒരുമിച്ച് കൊല്ലുന്നതാണ് ട്രെൻഡ്. നമ്മൾ കണ്ടതാണ് എറണാകുളത്ത് ലഹരി മൂത്തൊരുത്തൻ തലക്കടിച്ച് രണ്ടുപേരെ കൊന്നു, ഒരാളെ ശയ്യാവലംബിയാക്കിയിട്ടിരിക്കുന്നു. ഇപ്പോൾ നെന്മാറയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ചെന്താമര എന്നു പേരുള്ള ഒരു കൊലക്കേസ് പ്രതി റിമാൻഡിൽ ഇറങ്ങിയതിനു ശേഷം, ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം അന്ന് കൊല ചെയ്ത ആ സ്ത്രീയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും കൊന്നിരിക്കുന്നു. ഒളിവിൽ പോയിരിക്കുന്നു. പോലീസ് അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കൊലയ്ക്ക് ശേഷം കാട്ടിലേക്ക് കയറുന്നതാണ് ചെന്താമരയുടെ രീതി എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം, ഇയാളിൽ നിന്ന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും പോലീസ് ഇയാളെ വിളിച്ചു വരുത്തിയിട്ട് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറാതെ നിന്ന പ്രതിയോട് ഇൻസ്പെക്ടർ പുറത്തു വന്ന് സംസാരിച്ച് വാൺ ചെയ്ത് വിട്ടു എന്നാണ് പോലീസിന്റെ വിചിത്ര ഭാഷ്യം. കേരളത്തില് സമാധാനത്തോട് ഉറങ്ങാൻ ആർക്കും പറ്റാത്ത രീതിയിലേക്ക് ഇവിടുത്തെ ക്രമസമാധാന നില തകരുമ്പോൾ ആഭ്യന്തരത്തിന്റെ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധമായ പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിന്റെ ക്രൈം റേറ്റ് നോക്കുമ്പോൾ ക്രൈം റേറ്റ് വല്ലാതെ ഉയരുന്നുണ്ട്. ആ ക്രൈം റേറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, അതിൽ കൂടുതലും വളരെ ബ്രൂട്ടനായിട്ടുള്ള ക്രൈമുകളാണ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കൂടുതലും ഇരയാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ജീവിക്കുവാൻ, അതായത് പോലീസ് സംവിധാനം അല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമാണ്. എന്താണ്? മനുഷ്യന്റെ, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് സംരക്ഷണം കൊടുക്കേണ്ടത്. ഇവിടെ രോഹിത് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ചെന്താമര എന്ന് പറയുന്ന ക്രിമിനൽ 2019 ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു. അത് മറ്റാരുമായിരുന്നില്ല, ഇപ്പോൾ കൊല്ലപ്പെട്ട ആളിന്റെ ഭാര്യയെയും അല്ലെങ്കിൽ അവരുടെ മകളുമാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ജയിലിലാണ് കിടന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി ജയിലിൽ കിടക്കുന്നു. അതിനുശേഷം അതിന്റെ ട്രയൽ നടപടികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് പുള്ളി ജാമ്യത്തിൽ ഇറങ്ങുന്നു. ജാമ്യത്തിലിറങ്ങി അന്ന് മുതൽ പുള്ളി പറയുന്നത് എന്താണ്? ഇവരെ കൊലപ്പെടുത്തും, ഈ കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്തുമെന്ന് പരസ്യമായി ആഹ്വാനം നൽകുന്നു. വെട്ടുകത്തിയുമായി എന്ത് ചെയ്യുന്നു? നാട്ടിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ തന്നെ വിചിത്രം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ജാമ്യ ബോണ്ടിൽ വ്യക്തമാണ് ആ നാട്ടിൽ എന്ത് ചെയ്യരുത്, പ്രവേശിക്കരുതെന്നുള്ള ജാമ്യ ബോണ്ടോട് കൂടിയാണ്. ആ ജാമ്യ ബോണ്ടിനെ ലംഘിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ചെന്താമര എന്ന് പറയുന്ന ക്രിമിനല് ആ നാട്ടിലൂടെ സ്വൈര്യ വിഹാരം എന്ത് ചെയ്തത്? ആയുധവുമായി നടത്തിയത്. പോലീസ് നോക്കുകുത്തിയായി നിന്നു, നിയമങ്ങൾ നോക്കുകുത്തിയായി നിന്നു. അതിനുശേഷം ജീവൻ നഷ്ടപ്പെടുമെന്ന് അല്ലെങ്കിൽ തങ്ങൾ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് വ്യക്തമായപ്പോൾ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ മാസം 29-ാം തീയതി അവരും നാട്ടുകാരും ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടപ്പരാതിയും അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടൊരു പരാതിയും എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നു. അപ്പോൾ പോലീസ് സംവിധാനം എന്തായിരുന്നു? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? രോഹിത് പറഞ്ഞ പോലെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അവിടെ എല്ലാവരും പറയുന്നത് CI പുറത്തിറങ്ങി വന്ന് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് പറയുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തു എന്ന് പറയുന്നു. എങ്ങനെ CIക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും? ഇതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ചെന്താമരയുടെ ആദ്യത്തെ കൊലപാതകം എന്ന് പറയുന്നത് ഒരു ജോത്സ്യൻ പറയുകയാണ്, ഇയാളുടെ പേരിൽ ആരോ കൂടുപാത്രം ചെയ്തിട്ടുണ്ട്, മുടി വളർത്തിയ ഒരു സ്ത്രീയാണ് കൂടുപാത്രം ചെയ്തത്. അത് ഈ സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് കൊലപാതകം ചെയ്ത ഒരു സൈക്കോപാത്ത്. ആ സൈക്കോപാത്തിനെയാണ് SI കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഒരു അറപ്പില്ലാതെ ഒരു സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനലിനെയാണ്. അത് എങ്ങനെയാണ് അവിടെ പോലീസ് ചെയ്യേണ്ടത്? എന്താണ്? അടിയന്തരമായിട്ട് അയാളെ പ്രിവെന്റീവ് അറസ്റ്റിന് വിധേയമാക്കണം. ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത 351 പ്രകാരം ഭീഷണിപ്പെടുത്തൽ, അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും? ഈ പറയുന്ന അദ്ദേഹത്തെ FIR രജിസ്റ്റർ ചെയ്യണം, അദ്ദേഹത്തിനെതിരെ കാപ്പാർ ലിസ്റ്റിലേക്ക് അയാളെ ഉൾപ്പെടുത്തണം. അതുമല്ലെങ്കിൽ ഈ പറയുന്ന വിക്ടിം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന 396 അവർ ഉറപ്പ് നൽകുന്നതാണ്. അങ്ങനെ ആ വിക്ടിം, അതായത് സാക്ഷിയെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാകൃതമായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തില് പ്രിവിലേജ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ? അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ പ്രിവിലേജസ് ആയിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ എന്ത് ചെയ്യുന്നു? ആഭ്യന്തര വകുപ്പ് ഉയർന്ന് പ്രവർത്തിക്കുന്നു, പോലീസ് ഔന്നത്യത്വം കാണിക്കുന്നു, പോലീസ് ഉടൻ തന്നെ നടപടിയെടുക്കുന്നു. എന്തിനേറെ പറയുന്നു, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെ എന്ത് ചെയ്യുന്നു? ഇരകളെ വിളിച്ചെന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവരെ വിളിച്ച് നീതി ഉറപ്പുവരുത്തുന്നു. അതേ കേരളത്തിൽ തന്നെയാണ് 2 പെൺകുട്ടികൾ കേരളത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനത്തെയും ജനങ്ങൾക്കെതിരായും എന്ത് ചെയ്തിട്ടുള്ളത്? ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എവിടേക്കാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നാണ് ആ 2 കുട്ടികൾ ചോദിക്കുന്നത്. അതെ, ഇത് നോക്കൂ, കേരള പോലീസിന് ഒരു പബ്ലിസിറ്റി മാനിയ വന്നു ചേർന്നിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിന്റെ പരാതിയിൽ കമന്റ് ഇട്ടവനെ 5 മണിക്കൂറിനുള്ളിൽ തൂക്കി.
ഹണിറോസിന്റെ പരാതിയിൽ ഒരു വ്യവസായിയെ തൂക്കിയകത്തിട്ടു. അത് തെറ്റ് ചെയ്തിട്ടാണ് സമ്മതിക്കുന്നു, അത് ചെയ്തോട്ടെ. അതുപോലെ തന്നെയായിരുന്നു കേരളത്തിലെ പ്രമുഖ ചാനലായ നമ്പർ 1 ലിസ്റ്റിലേക്കൊക്കെ എത്തിയ ചാനലായ റിപ്പോർട്ടർ ടിവിയുടെ ഒരു റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ നിലനിൽക്കാത്ത ഒരു കേസ് എടുത്തപ്പോൾ കേരള പോലീസ് ആ റിപ്പോർട്ടർക്കും ചാനൽ അധികാരിക്കുമെതിരെ പോക്സോ കേസിട്ട്. കാരണം ഇതെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു സാധാരണക്കാരന്റെ, ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിക്കും അവളുടെ അച്ഛനും അമ്മൂമ്മയ്ക്കും സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിക്കുമ്പോൾ കൊലപാതക കേസിലെ പ്രതി എടുത്ത് അകത്തിട്ടാൽ അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ ചാനലുകാർ ഒരു വാർത്ത കൊടുക്കുമായിരിക്കും. അല്ലാതെ വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടാനില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണ് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട ഈ പോലീസ് ഒരു കൊലപാതക കേസിലെ പ്രതി ഞങ്ങളെ തുടരെ ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞിട്ടും വിളിച്ചു വരുത്തി സമാധാനിപ്പിച്ചു വിട്ടത് ഈ പോലീസുകാരൻ സിഐക്ക് ഇദ്ദേഹത്തെ പേടിയായിരുന്നു എന്ന ചോദ്യമുള്ള ബാക്കിയാണ്. സിഐ മാത്രമല്ല രോഹിത്, ഇതിന് മോണിറ്റർ ചെയ്യുന്ന അതോറിറ്റി ഉണ്ടല്ലോ, അവിടെ ഡിവൈഎസ്പി ഉണ്ട്, SP ഉണ്ട്. പരാതികൾ നൽകുമ്പോൾ, നമ്മുടെ സ്റ്റേഷനുകളിൽ പരാതികൾ നൽകുമ്പോൾ മോണിറ്ററിങ്ങിന് വേണ്ടിയാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട്, അതായത് ഒരു ജയിൽ പുള്ളിയായിട്ടുള്ള ഒരാള്, ഈ പറയുന്ന ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിൽ ഏർപ്പെട്ട ഒരാള് വീണ്ടും അതേ കൊലപാതകത്തിന് വേണ്ടി ആ സാക്ഷികളെ വേണ്ടി ഭീഷണിപ്പെടുത്തുവാനും അല്ലെങ്കിൽ സാക്ഷികളെ ആക്രമിക്കുവാനും ആയുധമായിട്ടാണ് നടക്കുന്നത്. എവിടെ പോയി നമ്മുടെ പോലീസിംഗ് സംവിധാനം? എവിടെ പോയി നമ്മുടെ ആഭ്യന്തര വകുപ്പിന്? എങ്ങനെ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയും? ചെന്താമരയെ ചെന്താരക സംരക്ഷിക്കുന്നു എന്നാണ് ഇപ്പൊ ചാനലിലൊക്കെ. അല്ല, അങ്ങനെയൊക്കെയുള്ള ട്രോളുകൾ കേൾക്കുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ട്രോളുകൾ പറയുമ്പോഴും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു പോലീസ് സംവിധാനം, പലപ്പോഴും പല പോലീസ് കേസുകളും വരുമ്പോൾ പോലീസ് പറയുന്നത് എന്താണ്? പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ പോലീസ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ പോലീസ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഓരോരുത്തരെ കൊന്ന് ഡെഡ് ബോഡി എന്ത് ചെയ്യുന്നു? പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ക്രിമിനലുകൾ വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായി 3 പേരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ത് ചെയ്യുന്നു? ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. എന്ത് ചെയ്യുന്നു പോലീസ്? അമ്മയെ വെട്ടി കൊലപ്പെടുത്തിയിട്ട് മകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസിന്റെ മുന്നിൽ യോഗ കാണിക്കുക, മാധ്യമപ്രവർത്തകർക്ക് ഉമ്മ കൊടുക്കുക. പോലീസിന് അത്രമാത്രം പേടിയുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് പോയി. ഇവിടെ ഒരു യൂട്യൂബറെ, 2 വിദ്യാർത്ഥികളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു യൂട്യൂബറെ പിടിക്കാൻ 9 മാസമാണ് പോലീസ് എടുത്തത്. എന്നിട്ട് അവന്റെ ഷോയും കണ്ട് അവൻ ജയിലിൽ പോയി, ജയിലിൽ മുടി വെട്ടി കഴിഞ്ഞപ്പോ ജയിലധികാരികൾക്കെതിരെ പരാതി ഉയർന്ന നാടാണ് നമ്മുടെ. ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ജനങ്ങൾ, അതായത് ഇപ്പൊ ജനങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെയൊക്കെ ഒരു ജനങ്ങളുടെ ഒരു ബോധം, അതായത് നമ്മുടെ പൊതുബോധം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം? പോലീസെങ്കിൽ അടിയന്തരമായിട്ട്, ഇവിടെ ആഭ്യന്തരം ഭരിക്കുന്നത്, അവിടെ രാഷ്ട്രീയം മാത്രമല്ല പറയുകയല്ല, ആഭ്യന്തര വകുപ്പ് അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം? പുനർവിചിന്തനം നടത്തണം. ഇവിടെ പ്രിവിലേജസ് ക്ലാസ് ഒന്നുമില്ല. ഇവിടെ എല്ലാവർക്കും തുല്യരാണ്. എല്ലാവരും ഇവിടുത്തെ നാട്ടിലെ പൗരന്മാരാണ്. ഇവിടുത്തെ ഏത് പൗരനും ഏത് ഇത്തരത്തിലുള്ള ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്. ഇവിടെ പ്രിവിലേജസ് ക്ലാസ്സിന് ഒരു നീതി, അല്ലെങ്കിൽ പണമുള്ളവന് ഒരു നീതി, പണമില്ലാത്തവനും കോളനിയിൽ കിടക്കുന്നവനും അങ്ങ് കൊല്ലപ്പെടേണ്ടവരാണ് എന്ന പൊതുബോധ്യമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതൊരു കാരണവശാൽ വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എന്താണ്? ഈ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്, സർക്കാരിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഇനിയെങ്കിലും അവരെയെങ്കിലും സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രവർത്തിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിനും പോലീസിനും സാധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കേരള പോലീസിനോട് പറയട്ടെ, പൊതുജനം നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു ജംഗിൾ രാജിലേക്ക് എത്തും. അതിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ കസ്റ്റഡിയിൽ എടുത്ത ഒരാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാർ പിടിച്ച് പോസ്റ്റ് കെട്ടിയിട്ട് ഒരു വാർത്ത നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത്, ഇപ്പൊ തന്നെ ഈ തെരച്ചിലിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പോലീസിനേക്കാൾ ചെന്താമരയെ തപ്പ ഇറങ്ങിക്കുന്ന നാട്ടുകാരാ. ഡ്രോണുകളൊക്കെ, എന്തിന് ഡ്രോണുകൾ? നാട്ടിലൂടെ അയാൾ സ്വൈരവിഹാരം നടത്തിയപ്പോൾ എന്തിനായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്തെങ്കിൽ? ഇന്ന് ഈ ഡ്രോണിന്റെയും അല്ലെങ്കിൽ ആകാശ നിരീക്ഷണത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നോ? അപ്പൊ എന്തായാലും നമ്മൾ ഈ കേരള പോലീസിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഇവർ പോലീസ് രാജ് നടപ്പിലാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ രീതികൾ മുഴുവൻ മാറിയില്ലെങ്കിൽ ഇവിടെ ക്രിമിനലുകൾക്ക് എന്തുമാകാം. നോക്കൂ, പല കേസുകളിലും പറയുന്നു ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പൊ ഋതുവിന്റെ കേസിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത്, മാനസിക വിഭ്രാന്തി അവസാനത്തെ അടവാണ്. അപ്പൊ ഈ ലഹരിയാണ് പ്രശ്നമെങ്കിൽ ഇപ്പൊ കായംകുളം MLA യു പ്രതിഭയുടെ മകനെ ലഹരി കേസിൽ പിടിച്ചു എന്ന് പറഞ്ഞു, വലിയ വാർത്ത. എങ്ങനെ ഈ ലഹരി ഇവിടെ എത്തി? എങ്ങനെ ഈ കഞ്ചാവ് ഇവിടെ എത്തി? എങ്ങനെ ഈ MDMA? ആരാ പ്രശ്നക്കാരൻ? സ്റ്റേറ്റ് അല്ലേ ഇതിനെ തടയാഞ്ഞത്? നാട്ടിൽ നിരോധിച്ചിരിക്കുന്ന ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ ഇത് തടയേണ്ടത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് അത് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് തടയുക മാത്രമല്ല, ഈ തരത്തിലുള്ള ക്രിമിനലുകൾ, ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള സൈക്കോപാത്തുകളെ അടിയന്തരമായി കണ്ടെത്തുവാൻ പോലീസിന് മിഷണറി ഉണ്ട്. എന്തിനാണ് സ്പെഷ്യൽ ബ്രാഞ്ച്? അതെ, ഇവിടെ കേരളത്തില് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പോലീസിന് ശമ്പളം കൊടുക്കുന്ന മുതൽ കാക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു?
പശയ്ക്ക് ഉൾപ്പെടെയുള്ള പൈസ ഈ നാട്ടിലെ ജനങ്ങളുടെയാണ് മേടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങൾ, എന്തിനാണ് അന്വേഷണ ഏജൻസികൾ? അപ്പോൾ അടിയന്തരമായിട്ട് ഒരു പുനർവിന്തനം കേരളത്തിലെ ആവശ്യമാണ്. അല്ലെങ്കിൽ കേരളം ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പലപ്പോഴും പറയുന്നു ദൈവത്തിന്റെ സ്വന്തം നാടാണ്, എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് അഭിമാനിക്കാമെന്നൊക്കെ പറയുമെങ്കിലും ഇതൊരു വലിയ നാശത്തിലേക്ക് എന്ത് ചെയ്യും നമ്മുടെ കേരളം എത്തിച്ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ചെന്താമരമാരെ സംരക്ഷിക്കുന്ന ചെന്താരകമായി മാറരുത് പിണറായി വിജയൻ. അതാണ് പറയാനുള്ളത്.